ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കൂടി അറസ്റ്റിലായതിന് പിന്നാലെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് എന്താണ്, അവരുടെ പ്രതികരണം എന്താണ്, അതല്ലേ നമുക്കിനി കേൾക്കേണ്ടത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT അറസ്റ്റ് ചെയ്ത തന്ത്രി കണ്ഠരര് രാജീവരെ പിന്തുണച്ച് BJP. തന്ത്രിയുടെ അറസ്റ്റ് ജനശ്രദ്ധ തിരിക്കാനാണെന്ന് സംശയിക്കുന്നതായി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. എന്തുകൊണ്ട് മന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ല? ഈ മാസം 14 മുതൽ വിശ്വാസ സംരക്ഷണ സമരം തുടങ്ങുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കി. അതിനിടെ BJP നേതാക്കൾ തന്ത്രിയുടെ ആലപ്പുഴയിലെ വീട്ടിലെത്തി സന്ദർശനവും നടത്തി. ഈ തന്ത്രിന്റെ അറസ്റ്റ് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണോ CPM-ന്റെയും കോൺഗ്രസിന്റെയും മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ, വാസവൻ, അതിനു മുമ്പ് കോൺഗ്രസ് മന്ത്രിമാരെ സംരക്ഷിക്കാനാണോ എന്നൊരു സംശയം. തന്ത്രിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് മന്ത്രിനെ ചോദ്യം ചെയ്യുന്നു, തന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നു? ആദ്യം മുതൽ ഇവിടെ നടക്കുന്നത് CPM-ഉം കോൺഗ്രസും അവരെ രാഷ്ട്രീയക്കാരെ സംരക്ഷിക്കാൻ ഒരു വലിയൊരു എഫർട്ട്. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് SIT, അത് റിപ്പോർട്ട് ചെയ്യുന്നത് ഹോം മിനിസ്റ്റർ. ആ ഹോം മിനിസ്റ്റർ ആരാണ്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അപ്പോൾ കൃത്യമായി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിന്റെ പിന്നിൽ, ശബരിമല കൊള്ളയുടെ പിന്നിൽ വലിയ രാഷ്ട്രീയക്കാരുണ്ട്. തന്ത്രിയുടെ അറസ്റ്റിനെ സംശയത്തോടെ കാണുന്നതായി ഹൈന്ദവ സംഘടനാ നേതാക്കളും പ്രതികരിച്ചു. ധൃതി പിടിച്ചുള്ള നീക്കമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രതികരിച്ചു. കോടാനുകോടി ഭക്തജനങ്ങള് ദേവന് തുല്യം കാണുന്ന ഒരാളാണ് തന്ത്രി. അപ്പോൾ തന്ത്രിയുടെ അറസ്റ്റ് അങ്ങേറ്റം ഞെട്ടിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തന്ത്രിയുടെ മേലുള്ള ആരോപണങ്ങൾ ശരിയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷയ്ക്ക് തന്ത്രി വിധേയമാകണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിന് കാരണക്കാരായ CPM ഭരണസമിതിയും CPM നേതൃത്വവും ഈ മൊത്തത്തിലുള്ള ചർച്ച വഴിമാറ്റിക്കൊണ്ടുപോകാൻ നടത്തിയിട്ടുള്ള ഒരു ധൃതി പിടിച്ച നടപടിയായി എന്ന് ഇതിനെ കാണുന്ന ആളുകൾ പലരുണ്ട്. തന്ത്രിയേക്കാൾ മുമ്പേ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ആളുകളുണ്ട് അവിടെ. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത് വളരെ രഹസ്യമായിട്ടാണ് SITക്ക് ചില സ്ഥാപിത താല്പര്യങ്ങളുണ്ട്, രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്ന് ഞങ്ങൾക്ക് സംശയം വരുന്നത്. അതുകൊണ്ട് ഈ കേസ് CBI അന്വേഷിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇതാണ് പ്രതികരണങ്ങൾ. വിശദാംശങ്ങളിലേക്ക് പോകാം നമുക്ക്. BJPയുടെ നിലപാടെന്ത്? ഹരിമോഹൻ നൽകും വിശദാംശങ്ങൾ. ഹരി, അറസ്റ്റിനെ തന്നെ ചോദ്യം ചെയ്യുകയായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ. അതിൽ മന്ത്രിയെ എന്തുകൊണ്ട് ചോദ്യം ചെയ്ത് നിർത്തി, എന്തുകൊണ്ട് അറസ്റ്റ് ഉണ്ടായില്ല എന്നാണ് ചോദിക്കുന്നത്. രാവിലെയാണെങ്കിൽ തന്ത്രിയുടെ വീട്ടിലേക്ക് സഞ്ജീവ് ബജസ്പതിയുടെ നേതൃത്വത്തിൽ BJPക്കാർ സന്ദർശനത്തിനായി പോവുകയും ചെയ്തു, അല്ലേ? അതെ റോഷ്നി, സന്ദീപ് വജസ്പതിയുടെ നേതൃത്വത്തിൽ ഒരു BJP സംഘം തന്ത്രിയുടെ കുടുംബത്തിലേക്ക് പോയി, കുടുംബാംഗങ്ങളെ കണ്ടു. അതൊരു പരസ്യ പിന്തുണ എന്നുള്ള നിലയിൽ തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും. കാരണം ഈ ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി ഒരു 24 മണിക്കൂറിന് ശേഷം വീട്ടിലേക്ക് എത്തി സന്ദീപ് വജസ്പതിയെ പോലെ ഒരു BJP നേതാവ് അവരുമായി കൂടിക്കാഴ്ച നടത്തുന്നത് പരസ്യമായി അവരോട് ഐക്യപ്പെടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. പക്ഷേ അതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, സന്ദീപ് വജസ്പതി ഈ തന്ത്രിയുടെ വീട്ടിൽ പോയതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് അദ്ദേഹം ആ നാട്ടുകാരനാണ്, മാത്രമല്ല അവിടെ പോകുന്നതിന് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ കാണുന്നില്ല എന്നുള്ളതാണ്. അതായത് ഒരു തരത്തിലും തന്ത്രിയെ തള്ളിപ്പറയാനോ തന്ത്രിയുടെ അറസ്റ്റിനെ ന്യായീകരിക്കാനോ ഉള്ള ഒരു നീക്കവും BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. മറിച്ച് തന്ത്രിക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകിക്കൊണ്ട് SITയുടെ നടപടികളെ, നീക്കങ്ങളെയൊക്കെ തന്നെ സംശയകരമായ രീതിയിൽ നോക്കിക്കാണുകയാണ് BJP ചെയ്യുന്നത്. അതായത് ഒരു കേന്ദ്ര ഏജൻസി അന്വേഷണത്തിന് വരണം എന്ന് BJP ആവശ്യപ്പെടുമ്പോൾ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിനുള്ള കാരണമായി SIT റിമാൻഡ് റിപ്പോർട്ടിൽ അടക്കം രേഖപ്പെടുത്തിയിരിക്കുന്നത് ആചാരലംഘനം നടത്തി താന്ത്രിക വിധി പാലിച്ചില്ല എന്നുള്ള കാര്യങ്ങളാണ്. അതായത് അത്തരം കാര്യങ്ങൾക്ക് എങ്ങനെയാണ് ഒരാളെ ഇത്തരത്തിൽ ഈ അഴിമതി നിരോധന നിയമപ്രകാരം വരെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതാണ് BJP ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. പക്ഷേ അവിടെ അവർ അതേസമയം തന്നെ തന്ത്രിയുടെ എന്തുകൊണ്ട് തന്ത്രി അനുജ്ഞ നൽകിയില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് തന്ത്രി അത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല മുകളിലേക്ക് തുടങ്ങിയ ചോദ്യങ്ങൾക്കൊന്നും BJPക്ക് ഉത്തരമില്ല. പക്ഷേ അതേസമയം തന്നെ തന്ത്രി ഇത്തരത്തിൽ ആചാരവിധി എന്നുള്ളൊരു കാരണം മുൻനിർത്തിക്കൊണ്ട് തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ മുൻപ് ആചാരലംഘനം നടത്തിയ പിണറായി വിജയനെ കൂടി അറസ്റ്റ് ചെയ്യണമായിരുന്നു എന്നുള്ള ചില കാര്യങ്ങൾ കൂടി, ചില പരാമർശങ്ങൾ കൂടി BJP സംസ്ഥാന അധ്യക്ഷനും മുൻ അധ്യക്ഷനായിട്ടുള്ള K സുരേന്ദ്രനും NDA കൺവീനർ തുഷാർ വെള്ളാപ്പള്ളിയും അടക്കമുള്ള നേതാക്കൾ ഇന്ന് നടത്തി. സാധാരണ കാണുന്നത് പോലെയല്ല, വിവിധ ചേരികളിൽ നിൽക്കുന്ന നേതാക്കൾ എല്ലാവരും തന്നെ ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഇന്നിപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള വലിയൊരു വിഷയമാക്കി ഉയർത്തി കാണിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് വന്നിരിക്കുന്നത്. അതായത് അടുത്ത 100 ദിവസം ഈ വിഷയം, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിശ്വാസ സംരക്ഷണം എന്നുള്ള നിലയിൽ ഈ വിഷയത്തെ അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് BJP ഉദ്ദേശിക്കുന്നത്. അതിന് 14-ാം തീയതി അയ്യപ്പ ജ്യോതി എന്നുള്ളൊരു സമര പരിപാടി കൂടി ആസൂത്രണം ചെയ്തിട്ടുണ്ട് BJP. ഓക്കെ, അപ്പൊ ആ സമര പരിപാടിയാണ് ഇനി നടക്കാനുള്ളത്. ഈ BJP